കൊല്ലം അച്ചൻകോവിൽ കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം അടച്ചിട്ടിട്ട് വർഷം 1 കഴിഞ്ഞു. ജലസമൃദ്ധമായിട്ടും ഈ അവധിക്കാലത്തടക്കം വെള്ളച്ചാട്ടം അടച്ചിട്ടതിലൂടെ ലക്ഷങ്ങളുടെ വരുമാനമാണ് വനംവകുപ്പ് നഷ്ടപ്പെടുത്തിയത്. നിരവധി പ്രദേശവാസികളുടെ ജീവിതമാർഗവും ഇരുളടഞ്ഞു. എത്രയും വേഗം വെള്ളച്ചാട്ടം തുറക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പാലരുവിയും കുറ്റാലവും പോലെ പ്രധാനമായ കുംഭാവുരുട്ടി വെള്ളച്ചാട്ടത്തിൽ കുളിച്ച് രസിക്കാൻ അന്യനാടുകളിൽ നിന്നടക്കം നിരവധി സഞ്ചാരികളാണ് അച്ചൻകോവിലേക്ക് എത്താറുള്ളത്. വനയാത്ര ആസ്വദിച്ച കാട്ടുമൃഗങ്ങളെയൊക്കെ കണ്ടാണ് കുംഭാവുരുട്ടിയിലേക്കുള്ള യാത്ര. എന്നാൽ ഇവിടെ താഴുവീണിട്ട് നാളുകൾ ഏറെയായി. സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് അടച്ചതെന്ന് വനം വകുപ്പ്. 2-3 മാസക്കാലമായിട്ട് ഇത് തുറന്ന് പ്രവർത്തിക്കുന്നില്ല. അധിക ജലം വാട്ടർഫാളിലേക്ക് വരുന്ന സാഹചര്യങ്ങളിൽ അവിടെ കുളിക്കുന്നതിന് വേണ്ടിയിട്ടും വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി വെള്ളച്ചാട്ടം ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടും സ്വാഭാവികമായിട്ടും സന്ദർശകർ ഇറങ്ങാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് താൽക്കാലികമായി നിർത്തിവെച്ചത്. പ്രവേശന ഫീസിലൂടെ മാത്രം പ്രതിദിനം ശരാശരി 1.5 ലക്ഷത്തോളം രൂപ വനം വകുപ്പിന് ലഭിച്ചിരുന്നു. ഭക്ഷണശാലയുൾപ്പെടെ കരാർ നൽകുന്നതിലൂടെയും വരുമാനം. വാച്ചർമാരായും മറ്റും പ്രദേശവാസികൾക്ക് ലഭിച്ചിരുന്ന തൊഴിലും ഇപ്പോൾ ഇല്ലാതായി. അച്ചൻകോവിലിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു മേഖലയാണ് കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം. 10 ദിവസം വീതം ജോലി കിട്ടിയാൽ തന്നെ ഒരു 200 കുടുംബത്തിന് 3 മാസക്കാലം ജീവിക്കാനുള്ള മാർഗമുണ്ടായിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സമീപത്തുള്ള മണലാർ വെള്ളച്ചാട്ടം തുറന്നിട്ടും കുംഭാവുരുട്ടി തുറക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. ജലസമൃദ്ധമാണ് കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം. ഇനിയും ഇവിടം വിനോദസഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തില്ലെങ്കിൽ അത് സഞ്ചാരികളോട് മാത്രമല്ല, ഇവിടം ഉപജീവന മാർഗമാക്കിയ പ്രദേശവാസികളോടും കാട്ടുന്ന അനീതിയാകും. കുംഭാവുരുട്ടി വെള്ളച്ചാട്ടത്തിൽ നിന്നും ക്യാമറമാൻ രാജ്കിരണിനും അമൽ സുനിലാലിനുമൊപ്പം സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര.